ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചേട്ടന് ചേട്ടത്തേക്ക് എന്റെ ഒപ്പം താമസിക്കാൻ പാടില്ലായിരുന്നോ? ഇനി നിന്റെ അടികൊള്ളാൻ ഉപേന്ദ്ര മുഖം വെച്ച് തരില്ല. ഇതുപോലെ പിടിച്ചിട്ട് അടക്കി നിർത്തും. ഇതുപോലെ കുഴപ്പമില്ല. ചുറ്റുപാടൊന്നും തീരെ ചെറുതുമല്ല. എന്റെ ചേട്ടനപ്പോ തീരെ താഴെ തട്ടിലേക്ക് പോകാതെ നല്ല രീതിയിൽ തന്നെയാണ് താമസം. ആശ്വാസം. ചേട്ടാ, ചേട്ടാ, അനിയൻ കാണാൻ വന്നിരിക്കുക. ചേട്ടാ, ആഹാ, ചേട്ടനെ വിളിച്ചപ്പോ ചേട്ടത്തി വരുന്നുണ്ടല്ലോ. നിങ്ങൾ ഇരുമെയ്യും ഒരു ഹൃദയവുമാണെന്ന് പറയുന്നത് എത്രയോ സത്യം. നിങ്ങളെ തമ്മിൽ പിരിക്കാൻ പോയ ഞാനാണ് മണ്ടൻ. സത്യം പറയാമല്ലോ, ഇപ്പോഴും നിങ്ങൾ എനിക്ക് ശ്രീരാമദേവനും സീതാദേവിയുമാണ്. ആ ഒരു ചിത്രമേ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോ എനിക്ക് തോന്നുന്നുള്ളൂ. എന്താണ് അതിന്റെ ഉദ്ദേശം? ചേട്ടൻ എത്ര അകന്നിരുന്നാലും എനിക്കെങ്ങനെ അകന്നു മാറിയിക്കാൻ പറ്റില്ലല്ലോ. കൂടപ്പിറപ്പല്ലേ. സ്വന്തം വീട്ടിൽ നിന്ന് മാറിപ്പോന്നതിന് ശേഷം പച്ച പിടിച്ചോ അതോ കാട് പിടിച്ചോ, അതുമല്ലെങ്കിൽ ജീവിതത്തോട് സുല്ല് പറഞ്ഞ് ഇഹലോഹവാസം വെടിഞ്ഞോ എന്നൊക്കെ ഒന്ന് തിരക്കണമെന്ന് തോന്നി. അത് ഒരു അനിയന്റെ കടമയല്ലേ ചേട്ടാ? അനിയന്റെ ഒരു കടമ. അനിയൻ എടാ, ആ ഒരു വാക്കു ചരിക്കാനുള്ള യോഗ്യത നിനക്കൊണ്ടാടാ? കൂടപ്പിറപ്പ് എന്ന പദം പോലും നിന്റെ ആ ദുഷിച്ച നാവ് കൊണ്ട് പറഞ്ഞു പോയേക്കരുത്. കാരണം ആ വാക്കിന് ഒരുപാട് ബന്ധങ്ങളുടെ വില വരുന്ന വാക്കാ, ഒരുപാട് അർത്ഥങ്ങൾ വരുന്ന വാക്കാത്. അത് നിന്റെ നാവിൽ നിന്ന് ഉച്ചരിച്ച് കേൾക്കുമ്പോ ആ വാക്കിന്റെ മഹത്വം തന്നെ ഇല്ലാതായി മാറുക. ചേട്ടത്തി എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ചേട്ടത്തി എനിക്ക് സീതാദേവി പോലെയാണ്. ലക്ഷ്മണനോട് സീതാദേവി ഒരിക്കലെങ്കിലും കയർത്ത് സംസാരിച്ചിട്ടുണ്ടോ? എടാ, ചില സന്ദർഭങ്ങളിൽ സീത സംഹാരരുദ്രയാവെന്ന് നീ കണ്ടിട്ടുണ്ടോ? ഇനി നീ ഈ വീടിന്റെ മുന്നിൽ നിന്ന് നാവാടിയ ഈ സീതാദേവിയുടെ കൈ നിന്റെ കരണത്ത് പതിച്ചിരിക്കും. ഇറങ്ങണ വെളിയില്. എടാ, എന്റെ പഠിക്കാത്തൊന്നും വെളിയിൽ ഇറങ്ങാനാ പറഞ്ഞത്. എന്റെ ചേട്ടാ, ചേട്ടത്തി പറഞ്ഞത് കേട്ടില്ലേ? എന്റെ പഠിക്കകത്തൊന്നും. എന്റെ പഠിക്കോ ഒക്കെ ഇന്ന് എന്റെ പോക്കറ്റിനകത്താ. ഇത് വല്ലവന്റെ വീടല്ലേ? വാടകയ്ക്ക് താമസിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പഠിക്കോ ആവുന്നത്? ഉപേന്ദ്ര, നീ ചെയ്തതും ചെയ്യിപ്പിച്ചതും ഒക്കെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടേ എല്ലാം ഉപേക്ഷിച്ച് മറ്റു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാ ഞങ്ങള്. എടാ, ഞങ്ങൾ എന്തിനാടാ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്നേ? എടാ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഉണ്ടാക്കി മുറിവണങ്ങാനേ ഈ ആയുസിന്റെ ഇനിയുള്ള കാലം മുഴുവൻ കാത്തിരിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക്. കാരണം അത് അത്രത്തോളം ആടുകയറിയതാ. ദേ, ഒരു മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധിയുടെ എല്ലാ അതിരുകളും കഴിഞ്ഞു നിൽക്കുന്ന ഞങ്ങൾക്കേ ഒരു കാരാഗ്രഹവാസം നീ ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരരുത്. അതുകൊണ്ട് പറയുവാ, പോ. എടാ, ക്ഷമയെ പരീക്ഷിക്കാതെ പോടാ നീ. എടാ, ഇറങ്ങിപ്പോടാ. ചേട്ട എന്തൊക്കെയായി പറയുന്നേ? വീട്ടിൽ വന്ന് കയറുന്ന ഒരാളോട് അത് അനിയനാണെന്നുള്ള കാര്യം വിട്. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ആദിത്യ മര്യാദ എന്നൊന്നുമില്ല ചേട്ടാ. ഞാൻ ചേട്ടന്റെ ചേട്ടത്തിയമ്മയുടെയും ക്ഷേമം അന്വേഷിക്കാൻ വന്നതല്ലേ. ഒരു ചായയൊക്കെ തന്ന് വീട്ടിൽ കയറ്റിയിരുത്തി ഒന്ന് രണ്ട് കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞ് വിടേണ്ടതിന് പകരം ഇങ്ങനെ കിടന്ന് കലുള്ളതാണ് വേണ്ടത്. പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയെന്ന് കേട്ടു. അഷ്ടിക്ക് വക വല്ലതും കിട്ടുന്നുണ്ടോ? മൊത്തത്തില് എല്ലാം ഞാൻ എടുക്കാന്ന് പറഞ്ഞതല്ലേ. വീടെടുത്ത വീട്ടുകാരി ഫ്രീ എന്നൊരു ഓഫർ ഞാൻ വെച്ചിരുന്നല്ലോ.
അന്നത് സമ്മതിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു. ചേട്ടനും ചേട്ടത്തേക്ക് എന്റെ ഒപ്പം താമസിക്കാൻ പാടില്ലായിരുന്നോ? എടാ ദ്രോഹി, കയ്യിൽ നിന്ന് വിടടാ. കൈ വിടാൻ. ഇനി നിന്റെ അടികൊള്ളാൻ ഉപേന്ദ്ര മുഖം വെച്ച് തരില്ല. വിടടാ. എടാ വിടാൻ. വിടാൻ. എടാ ഇതുപോലെ പിടിച്ചിട്ട് അടക്കി നിർത്തും. വിടാനാ പറഞ്ഞെ. എടാ വിടടാ. ദാ, ഇതുപോലെ എടാ. എന്റെ ചേട്ടൻ ഇതുപോലെ നിന്നെ അടക്കി നിർത്തിയിരുന്നെങ്കിൽ നിന്റെ കൈ ഒരു ആണുങ്ങളുടെ നേരെ ഇങ്ങനെ പൊങ്ങില്ലായിരുന്നു. രാഘവേട്ടാ. അയ്യോ, രാഘവേട്ടാ. അയ്യോ. രാഘവേട്ടാ. 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 അച്ഛാ, അച്ഛാ, രാഘവേട്ടാ. അച്ഛാ, എഴുന്നേക്ക്. രാഘവേട്ടാ. അയ്യോ അച്ഛാ, രാഘവേട്ടാ. അയ്യോ. നീ ഇത്രയ്ക്ക് ദുഷ്ടനാണോടാ? നീ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം നീ അനുഭവിക്കൂടാ. ഞങ്ങളോട് ചെയ്ത എല്ലാം ചതിക്കും. നീ കണക്ക് പറയേണ്ടി വരും. നോക്കിക്കോ. അത് ഞാൻ പറയേണ്ട സമയത്ത് പറഞ്ഞോളാം. ഇപ്പൊ എനിക്ക് നല്ല സമയമാ. നീയും നിന്റെ ഭർത്താവും കൂടി രാജാവും രാജ്ഞിയുമായി ഭരണം നടത്തിയിരുന്ന ആ കൊട്ടാരവും കൊട്ടാര മുറ്റവും ഇപ്പൊ എന്റെ കയ്യിലാ. നിന്റെയൊക്കെ അവസ്ഥ എന്താ? അച്ചപ്പവും കുഴലപ്പവും വിറ്റ് ജീവിക്കേണ്ട അവസ്ഥ. ശരിക്കും ഞാനിപ്പോ എന്റെ ഈ നല്ല കാലം ആസ്വദിക്കുക. അതിന് വഴി തുറന്നു തന്നത് എന്റെ ഈ ചേട്ടത്തിയാ. ആ നന്ദി എനിക്ക് എന്റെ ചേട്ടത്തിയോട് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഒരിക്കൽ ആഗ്രഹിച്ച ആ ഇഷ്ടം വിടാതെ എന്നെ പിന്തുടരുന്ന കാലത്തോളം ഞാൻ നിങ്ങളെ ഇങ്ങനെ വന്ന് കണ്ടുകൊണ്ടേയിരിക്കും. അത് എന്റെ ഒരു സന്തോഷം. നിന്നെ ഇന്ന് കൊല്ലുവാ ഞാൻ. അച്ഛാ, അച്ഛാ, ആരാ ഇയാള്? അയ്യോ, വിട്. ഇവന് വേണ്ട. ഇവന് വേണ്ട. വേണ്ട. ഒന്നുമില്ല. അല്ലെങ്കിൽ ഇവൻ ആരെങ്കിലും ഒരാള് മതി. രണ്ടുപേരാളും മതി. നിന്നെ കൊല്ലുവാടാ. അച്ഛാ, വിട്. അച്ഛാ, എഴുന്നേക്ക്. ഇവന് വേണ്ട. ഇവൻ വേണ്ട. ഇവന് വേണ്ട. അച്ഛാ, വേണ്ട. ഇവന് വേണ്ട ഭാമേ. ഇവനെ കൊല്ലണവനെ. അച്ഛാ, എന്ത് പിടുത്തോ ചേട്ടാ ചേട്ടൻ ഈ പിടിച്ചത്? ഞാൻ ചത്തുപോത്തില്ലായിരുന്നോ? ഞാൻ ചത്തുപോയ എനിക്കെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വന്ന് കാണാൻ പറ്റുക? അതെന്താ ചേട്ടാ ചിന്തിക്കാത്തത്? എടാ ദ്രോഹി, ഇറങ്ങി പോടെ ഇവിടുന്ന്. ദ്രോഹം ഞാനാണോ ചെയ്തത്? ചേട്ടനല്ലേ?